കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാന, ആ കുർബാനയെ കർത്താവെ ആൾത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ ഉപാസനത്തിൽ നിന്ന് കർത്താവ് നടത്തിയിട്ട് ജപമാലയായി പങ്കെടുത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജപമാല ശക്തിയാൽ ഞാൻ ഈ മക്കളെ ആശീർവദിക്കുന്നു. കർത്താവെ, ഈ ആശീർവാദ ശക്തിയാൽ നിങ്ങൾ ഇന്ന് വരെ ബന്ധിച്ചിട്ടിരിക്കുന്ന രോഗമാകാം, ശാപമാകാം, പലതരത്തിലുള്ള ഉപദ്രവങ്ങളാകാം, യേശുക്രിസ്തു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. കർത്താവ് അത് അഴിഞ്ഞു മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. കർത്താവെ, അപ്പാ, സ്വർഗീയപ്പാ, അങ്ങേ പുത്രൻ യേശുക്രിസ്തു നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൈകൾ അങ്ങയുടെ മക്കളുടെ മേൽ നീട്ടണമേ. അവരുടെ ഉദ്യമങ്ങളെ നീ ആശീർവദിക്കണമേ. അധ്വാനങ്ങളെ നീ അഭിവൃദ്ധിപ്പെടുത്തണമേ. അവരോട് വാക്ക് പറഞ്ഞവരെ, അവരുദ്ദേശിക്കുന്ന കാര്യങ്ങൾ, അവരുടെ ഡേറ്റ് ഇട്ടിരിക്കുന്ന ഡേറ്റുകളെ നീ ആശീർവദിക്കണമേ. നീ ഹോണർ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ മക്കളും ഓരോ ഡേറ്റിനെ ഓർത്ത് ആശങ്കപ്പെടുന്നവരുണ്ട് ഈശോയെ. ആ ഡേറ്റിൽ നിന്ന് കഴിഞ്ഞു കിട്ടാൻ വേണ്ടി കൊതിക്കുന്നവരുണ്ട് ഈശോയെ. ആ സമയത്തിൽ കർത്താവെ നിൻ്റെ സാന്നിധ്യം ഉണ്ടാകണം പ്രാർത്ഥിക്കുന്നു. സഞ്ചാരി മാതാവേ, സമയത്തിൻ്റെ അധികാരി, ദൈവത്തിൻ്റെ കരുണയുടെ പ്രതീകമേ, ദൈവത്തിൻ്റെ കരുണയുടെ അനുഭവ തലങ്ങളായി അമ്മേ അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുഞ്ഞുങ്ങളെ ഓർത്ത് വേദനിക്കുന്നവരെ, മദ്യപാനത്തിനും മയക്കുമരുന്ന് അടിപ്പെട്ട കുഞ്ഞുങ്ങളെ, ജയിലിലാകപ്പെട്ടുള്ള കുടുംബനാഥന്മാരും കുടുംബത്തിലുള്ളവരും അവരെ കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോ ഇപ്പം ജോലി നഷ്ടപ്പെടും, ഇന്ന് ജോലി നഷ്ടപ്പെടും കർത്താവ് എന്ന് പറഞ്ഞിട്ടുള്ളവരെ അങ്ങ് സന്ധിക്കണേ കർത്താവ്. അങ്ങേക്കറിയാം, അങ്ങ് നഷ്ടപ്പെടാതിരിക്കാൻ അവരെ സന്ധിക്കാൻ അങ്ങേക്കറിയാം കർത്താവ്. അലഞ്ഞ് നടന്ന് പല ഇൻ്റർവ്യൂ പങ്കെടുത്തിട്ടും എല്ലാം റിജക്റ്റ് ആകുന്ന മക്കളെ പ്രത്യേകം ഏറ്റെടുക്കണേ പ്രാർത്ഥിക്കുന്ന ഈശോയെ. പലതരത്തിലുള്ള സാമ്പത്തിക ബാധ്യതയൊക്കെ കൊടുക്കി തീർക്കാൻ വേണ്ടി ഡേറ്റ് ഇട്ട് അവർക്ക് അത് ഡേറ്റ് എല്ലാം കഴിഞ്ഞിട്ട് അവർ ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ടെങ്കിലും നാളെ വരും നാളെയാണ് പറഞ്ഞിരിക്കുന്നതൊക്കെ പറയുമ്പോഴും ആ വാന്നൊക്കെ പറയുമ്പോഴും ഒരു വഴിയും കാണാത്തവരുണ്ട്. അവരെ നീ അന്ന് സന്ധിക്കണം കർത്താവ്. ഇന്ന് 6 മണിക്കുള്ളിൽ അവിടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകാൻ പരിശുദ്ധ ദൈവമാതാവിനെ ഞാൻ ഏൽപ്പിക്കുന്നു. കർത്താവെ, കടകൾ നടത്തുന്നവരും അതുപോലെ തന്നെ പല വ്യവസായങ്ങൾ ചെയ്യുന്നവരും അവരുടെ എല്ലാ വിഷയങ്ങളുടെ മേലും അവർക്കെല്ലാം സമാധാന സന്തോഷത്തോടെയും കർത്താവ് ജോലി ചെയ്ത് ജീവിക്കാൻ വേണ്ടി അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ കോളേജ് അഡ്മിഷന് വേണ്ടി പോകുന്നവർ, അതുപോലെ കോളേജിലെ ഉപരി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന എല്ലാ ശ്രമങ്ങളും കർത്താവ് നിന്നെ ആശീർവദിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ.